ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗെയിൻ. അപ്പോൾ എന്തുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് പതിവുപോലെ തന്നെ ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ശേഷം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ലെവൽസ് നോക്കാം. ആൻഡ് ഇന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സ്റ്റോക്സും റിസൾട്ട് ബേസ്ഡ് സ്റ്റോക്സും ആൻഡ് നമുക്ക് ആളുകൾ ചോദിച്ച ഡൗട്ട്സും ക്ലിയർ ചെയ്ത് കൊടുക്കാം. സോ ഇന്റർനാഷണൽ മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ ഡോ ജോൺസ്, S&P 500 ആൻഡ് നാസ്ഡാക്ക് സ്ലൈറ്റ്ലി ഒരു എന്താ പറയുക ബെയറിഷ് മൂഡെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് ഒരു ന്യൂട്രൽ മൂഡിലാണ് മാർക്കറ്റ് ഇന്റർനാഷണൽ മാർക്കറ്റ്സ് എല്ലാം ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ ഒരു സ്ലൈറ്റ്ലി ബെയറിഷ് ആണ്, ബട്ട് ന്യൂട്രൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗിഫ്റ്റ് നിഫ്റ്റി നമ്മളെ ഒരു ഇൻഡെക്സിനെ സംബന്ധിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ആണല്ലോ പ്രധാനം. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 50.50 എന്നുള്ള റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ്. ഐ മീൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നിഫ്റ്റിക്ക് വേണമെങ്കിൽ മേ ബി ഒരു കുറച്ച് 20-30 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലേ. ആൻഡ് നമുക്ക് ഇപ്പം ബ്രെൻഡ് ക്രൂഡ്, ഗോൾഡും ക്രൂഡ് ഓയിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാം ബെയറിഷ് ടു ന്യൂട്രൽ ആണ്. സോ ഗോൾഡ് അറിയാം ഓൾ ടൈം ഹൈ പോയ ശേഷം തിരിച്ച് ഒരു ഡൗൺ സൈഡ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവൽസിലേക്ക് പോകാം. സോ നിഫ്റ്റിയുടെ ഒരു 1 ഡേ ചാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പൂർണ്ണമായിട്ട് വിസിബിൾ ആയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നല്ല ഒരു ബുള്ളിഷ് മൊമെന്റം മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ആൻഡ് ഒരു 6% to 7% മൂവ് തന്ന ശേഷം മാർക്കറ്റ് ഒരു പോസ് ചെയ്യുകയാണ്, അതായത് ജസ്റ്റ് ഒന്ന് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് നിൽക്കുകയാണ്. സോ നമുക്ക് ഓവറോൾ ചാർട്ട് ഡേ ചാർട്ടിൽ നോക്കുമ്പോഴത്തേക്കും നിഫ്റ്റിയിൽ വലിയ നെഗറ്റീവ്സ് ഒന്നും തോന്നുന്നില്ല അല്ലേ. അപ്പോൾ നമുക്കത് 15 മിനിറ്റിലേക്ക് പോവാം. 15 മിനിറ്റ് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആയിരുന്നു എന്ന് ഇന്നലത്തെ ദിവസം കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സോ നിങ്ങൾ ചിന്തിക്കുക എന്താണ് ഈ ബ്ലൂ ലൈൻ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. ആൻഡ് ഈ ബ്ലൂ ലൈൻ രണ്ട് ഞാൻ വരച്ചിരിക്കുന്നത് ഇന്നലത്തെ ഡേ ഹൈയും ഇന്നലത്തെ ഡേ ലോയും ആണ് വരച്ചിരിക്കുന്നത്. സോ ആ ഒരു ഏരിയാസ് ഞാൻ കുറച്ച് കെയർഫുൾ ആയിട്ട് എൻ്റെ എല്ലാ ദിവസവും ഞാൻ കണക്കാക്കാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എൻ്റെ ചാർട്ടിൽ അതിവിടെ കാണാം, ഡേ ഹൈയും ഡേ ലോയും ഞാൻ മാർക്ക് ചെയ്തിടാറുണ്ട്. ഓക്കെ, ആൻഡ് ഇനി 15 മിനിറ്റ് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം മാർക്കറ്റ് റേഞ്ച് ബൗണ്ടായിരുന്നു. എവിടെയൊക്കെയായിരുന്നു ആ റേഞ്ചെന്ന് ചോദിച്ചാൽ ദാ ഈ റേഞ്ചും രണ്ട് സോൺ വരച്ചിട്ടുണ്ട്. ആ സോണിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നത് ഞാൻ എപ്പോഴായിരിക്കും ഈ ഒരു റേഞ്ചിന്റെ താഴെ ആയിരിക്കും ഞാൻ ഹൈ മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. സോ അപ്പം ഇൻട്രാഡേ മൂവ്മെന്റ്സ് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും ഒന്നെങ്കിൽ ഇതിന്ന് ഹൈ അല്ലെങ്കിൽ ഇതിന്ന് താഴോട്ടായിരിക്കും ഞാൻ ഒരു എന്താ പറയുക ഒരു നല്ല മൊമെന്റോ ഉള്ള മൂവ്മെന്റ്സ് പ്രതീക്ഷിക്കുന്നത്. സോ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യാം. മാർക്കറ്റിൽ ബയേഴ്സിനെ ഒരു കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് സോൺസ് മാർക്കറ്റിൽ ഇവിടെ ഉണ്ട്. സോ മേ ബി ഇന്നലത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്ത ഈ സോൺ വന്നാൽ മേ ബി ഇവിടെ ബയേഴ്സ് എൻ്റർ ആവാൻ സാധ്യതയുണ്ട്. എൻ്റെ ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. മറിച്ച് സെല്ലേഴ്സിന് ഒരു എന്താ പറയുക ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിക്കുള്ള സാധ്യതയുണ്ട്. സോ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് ആ ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. സോ എന്തായാലും ഈ ഒരു ഏരിയ 26,100 എന്നുള്ള സോണ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ നിഫ്റ്റിയിൽ ബുള്ളിഷ് ആയിരിക്കും. എന്തായാലും എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഒരു 1% to 2% മൂവ്മെന്റ്, ഒരു 300 പോയിന്റ്സിന്റെ അപ്സൈഡ് ഞാൻ പ്രതീക്ഷിക്കും വരുന്ന ദിവസങ്ങളിൽ. അതിന് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, 26,100 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് അതിന് എതിരഭിപ്രായം കാണാം. സോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ നല്ലൊരു ബുള്ളിഷ് മൊമെന്റത്തിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും 300 to 400 പോയിന്റ്സിന്റെ അപ്സൈഡ് ആയിരിക്കും നിഫ്റ്റിയിൽ വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. റേഞ്ച് ബൗണ്ട് മാറി. ഓക്കെ, അപ്പം മാർക്കറ്റിൽ ഡൗൺ സൈഡ്, അതായത് ബയേഴ്സിന്റെ കൺട്രോളിലല്ല മറിച്ച് സെല്ലേഴ്സിന്റെ കൺട്രോളിലാണ് മാർക്കറ്റ് എങ്കിൽ ഇൻട്രാഡേ മൊമെന്റ്സ് പ്രതീക്ഷിക്കുന്ന സോൺസ് ഇതൊക്കെയാണ് 25,620 ആൻഡ് 25,500. ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാനാണ് സാധ്യത. സോ ഈ ഒരു റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് എന്താ പറയുക എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ മാർക്കറ്റ് ബുള്ളിഷ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കും. മറിച്ച് ഈ ഒരു ഏരിയാസ് എല്ലാം ബ്രേക്ക് ചെയ്ത് താഴെ വരുവാണെങ്കിൽ ഞാൻ മേ ബി ഒരു ബെയറിഷ് മൈൻഡ് സെറ്റിലേക്ക് പോകും. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ 25,500 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഏരിയ വരെയൊക്കെ ഞാൻ ഒരു ബെയറിഷ് മൈൻഡ് സെറ്റിലേക്ക് പോകും. ഓക്കെ, ഇപ്പം നിഫ്റ്റിയുടെ കാര്യങ്ങൾ എല്ലാവരും വ്യക്തമാണെന്ന് വിശ്വസിക്കുകയാണ്. നിഫ്റ്റി ബാങ്കും കൂടെ നോക്കാം. നിഫ്റ്റി ബാങ്കും ഞാൻ എന്താ ഈ വരച്ചേക്കുന്നത് ഈ രണ്ട് ബ്ലൂ ലൈൻസ്, മുകളിലത്തെ രണ്ട് ബ്ലൂ ലൈൻസ് എന്ന് പറയുന്നത് ഡേ ഹൈ ആൻഡ് ഡേ ലോ ആണ് ഇന്നലത്തെ. സോ ഇതിലും സെയിം പാറ്റേൺ നമുക്കിവിടെ കാണാം. അപ്പം നിങ്ങൾ ഇതിന്റെ ഡേ ചാർട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, കുറച്ചും കൂടെ ഒക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു ബുള്ളിഷ് മൊമെന്റം ഈ ഡേ ചാർട്ടിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിയാലും അറിയാൻ പറ്റും. സോ ഈ ലോയിൽ നിന്ന് മാക്സിമം 8 to 9%, മോസ്റ്റ്ലി 10% മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റി തന്ന ശേഷം ഒരു കൺസോൾട്ടേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലാണ് നമുക്ക് ടോട്ടലി ഉള്ള ഒരു സ്ട്രക്ചർ നോക്കിയാൽ കാണുന്നത്. സോ ബാങ്ക് നിഫ്റ്റി ഒന്ന് നമ്മൾ എന്താ പറയുക ഫുള്ളി അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിലും കാണാം ഇതും ഒരു സ്ട്രക്ചർ ബേസ്ഡ് ആണ്. ഒരു സോണിന്റെ ഉള്ളിൽ നിന്നാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. സോ ഹൈ മൂവ്മെന്റ്സ് നമുക്ക് എവിടെ നിന്ന് പ്രതീക്ഷിക്കാം? ഒന്നെങ്കിൽ ഈ ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് താഴെ വന്നാൽ പ്രതീക്ഷിക്കാം. സോ ഇപ്പോൾ നമുക്ക് എന്താ പറയുക ബയേഴ്സിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഏരിയയിലായിരിക്കും ബെറ്റർ?
ദാ ഈ സോണിൽ നിന്നാണെങ്കിൽ ബയേഴ്സിന് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരും. കാര്യം ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ഉണ്ട്. സോ മേ ബി ഈ ഏരിയ വന്നിട്ടുണ്ടെങ്കിൽ മേ ബി ബയേഴ്സിന്റെ കൺട്രോളിലാവും ഇൻഡെക്സ്. ആൻഡ് ഈ ഒരു ഏരിയയിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിക്കും സാധ്യതയുണ്ട്. ആ ഒരു ഹൈയിൽ ഒരു സെല്ലിംഗ്, ഇത്രയും വലിയൊരു സെൽ ഓഫ് നടന്ന സോണാണ്. നോക്കിയേ, ഈ ഏരിയ പോയിട്ട് ഇത്രയും വലിയൊരു സെൽ ഓഫ് തന്ന ഒരു ഏരിയയാണ്. സോ മേ ബി ഈ ഏരിയയിൽ ഒരു സെല്ലേഴ്സിന്റെ കൺട്രോൾ അല്ലെങ്കിൽ സെല്ലേഴ്സ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മേ ബി ഇതെല്ലാം പ്രോബബിലിറ്റി ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലും ക്ലോസ്ലി വാച്ച് ചെയ്യാം. സോ ഇപ്പം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവൽസ് ഞാൻ ബേസിക്കലി ഒരു ഇൻട്രാഡേ ലെവൽസ് ഇത്ര മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കി എന്തെങ്കിലും ഇതിലും വലിയ മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് മാർക്കറ്റ് ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകളെന്ന് നമുക്ക് നോക്കാം. ഇന്ന് കുറച്ചധികം റിസൾട്ടുകൾ വരുന്നുണ്ട്. സോ അത് ആദ്യം എല്ലാവരും ഓർത്തിരിക്കുക. റിസൾട്ട് വരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ സൂചിപ്പിക്കാം. L&Tയുടെയും കോൾ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, LIC ഹൗസിംഗ് ഫിനാൻസ്, PB ഫിൻടെക്, APL അപ്പോളോ ട്യൂബ്സ്, അപ്പോളോ പൈപ്സ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ബ്രിഗേഡ് എന്റർപ്രൈസസ്, CG പവർ, ഫിനോ പേയ്മെന്റ്സ് ബാങ്ക്, 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ്, PNGS, ഗാർഗി ഫാഷൻ ജ്വല്ലറി, ഹൈഡൽബർഗ് സെഗ്മെന്റ്, പിന്നെ ലേ ട്രാവനോസ് ടെക്നോളജി, ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രീസ്, മഹാനഗർ ഗ്യാസ്, NLC ഇന്ത്യ, NMDC, NTPC ഗ്രീൻ എനർജി, ക്യോസ്കോപ്പ്, റാഡിക്കോ ഖൈത്താൻ, റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, സനോഫി ഇന്ത്യ, യുണൈറ്റഡ് ബ്രൂവറീസ്. വളരെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് കേട്ടോ. വരുൺ ബിവറേജസ്, ഇങ്ങനെ ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോക്കുകളുടെ റിസൾട്ട് വരികയാണ്. സോ എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, ഇപ്പൊ പ്രോഫിറ്റ്, ഇപ്പൊ ഇന്നലെ ഒരു നല്ല റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് പറയാതെ പോയാൽ നഷ്ടമായി പോകും. സോ ശ്രീ സിമെന്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. Q2 കൺസോളിഡേറ്റഡ് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് പ്രോഫിറ്റിന് 300% വർധനവാണ്. അതായത് 76 കോടിയിൽ നിന്ന് ശ്രീ സിമെന്റിന്റെ പ്രോഫിറ്റ് വർദ്ധിച്ചത് 308 കോടിയിലേക്കാണ്. സോ അതൊരു വലിയ വർധനവാണ് ശ്രീ സിമെന്റിന് ഉണ്ടായത്. റവന്യൂവിനും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, 17% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ് ശ്രീ സിമെന്റിനെ സംബന്ധിച്ച്. സോ എല്ലാവരും ഒന്ന് ഫോക്കസ് ചെയ്യുക അതിൽ. ഇപ്പൊ ജിൻഡാൽ സ്റ്റീൽ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ലൈറ്റ്ലി കുറവ് വന്നിട്ടുണ്ട്, ബട്ട് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ടാറ്റ ക്യാപിറ്റൽ എല്ലാവരുടെയും ഫേവറേറ്റ് സ്റ്റോക്ക് ആണല്ലോ. അതിൽ പ്രോഫിറ്റിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമത്തിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസിൽ പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പ്രീമിയർ എനർജീസ് ആണ്. പ്രീമിയർ എനർജീസിന്റെ പ്രോഫിറ്റിലും റവന്യൂവിലും ഗ്രോത്ത് ഉണ്ടെന്നുള്ളൊരു ന്യൂസ് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. പിന്നെ DCM ശ്രീറാം, അതിൽ പ്രോഫിറ്റിലാണ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജീസിലും റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം സുന്ദരം ഫാസ്റ്റനേഴ്സിലും പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ക്ലിറ്റെക്സ് ഗ്രാമീണിലാണ് പ്രോഫിറ്റ് ലൈറ്റ്ലി ഒരു കുറവുണ്ടായിട്ടുണ്ട്. അതിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം റേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്റ്റോക്ക് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. 111 കോടിയായിരുന്നു പ്രോഫിറ്റ്, 54 കോടിയായിട്ട് കുറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ നെഗറ്റീവാണ് സ്റ്റാർ ഹെൽത്തിനെ സംബന്ധിച്ച്. ഓക്കെ, നെറ്റ് പ്രീമിയം ഏൺഡ്, അതായത് നെറ്റ് പ്രീമിയം ഇൻകം എന്ന് പറയുന്നത് അവർക്ക് അല്പം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ്, ഇതൊക്കെ നമുക്ക് ഫേമസ് ആയിട്ട് നമുക്ക് പലരും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. അപ്പം അതിന്റെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ബ്ലൂ ഡാർട്ടിൻ്റെത്. പിന്നെ ഗോ ഡിജിറ്റിന്റെ ആണെങ്കിൽ പ്രോഫിറ്റ് സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. 89 കോടിയിൽ നിന്ന് 116 കോടിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. അദാനി ടോട്ടൽ ഗ്യാസിന് ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. അത് പ്രോഫിറ്റ് ലൈറ്റ്ലി കുറവുണ്ടായിട്ടുണ്ട്. 155 കോടിയിൽ നിന്നും 163 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ബട്ട് റവന്യൂവിൽ ഒരു ജമ്പ് കാണിക്കുന്നുണ്ട്. പിന്നെ അദാനി ഗ്രീൻ എനർജിയാണ്, അതിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ന്യൂസ്, കുറച്ച് സ്റ്റോക്സ് ഉണ്ട്. അപ്പം മാസഗോൺ ആൻഡ് സ്വാൻ ഡിഫൻസും കൂടെ ചേർന്ന് ഒരു എക്സ്ക്ലൂസീവ് ടീമിംഗ് അഗ്രിമെന്റ് നടത്തിയിട്ടുണ്ട്. സോ അത് എന്തെന്ന് പറഞ്ഞാൽ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ്, ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് എ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്സിന് വേണ്ടിയിട്ടാണ് അവർ ഒരു കൊളാബറേഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് മാസഗോണിലാണ്. പിന്നെ ഓയിൽ ഇന്ത്യ ആൻഡ് BPCL എന്ന് പറഞ്ഞ ഒരു കൊളാബറേറ്റീവ് ഫ്രെയിംവർക്കിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം കോടിയുടെ ഒരു ഇന്റഗ്രേറ്റഡ് രാമായപട്ടണം ഗ്രീൻഫീൽഡ് റിഫൈനറി ആൻഡ് പെട്രോൾ കെമിക്കൽ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു 1 ലക്ഷം കോടിയുടെ ഒരു പ്രൊജക്റ്റിലാണ് ഇവർ ഏകദേശം ചേർന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ ഓയിൽ ഇന്ത്യയാണ്. BPCLുമായിട്ട് ചേർന്നിട്ടൊരു കാര്യം, റിഫൈനിങ്ങിനും പെട്രോ കെമിക്കലിനും ലോജിസ്റ്റിക്സിലും ചേർന്ന ഒരു പ്രൊജക്ട്, അല്ലെങ്കിൽ മുൻപോട്ട് പോകാനുള്ള ഒരു കാര്യത്തിൽ ഓയിൽ ഇന്ത്യ ആൻഡ് BPCLും കൂടെ ചേർന്നാണ് പ്രൊജക്റ്റിൽ ചേർന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളും ഇത്രയും സ്റ്റോക്സും ഇത്രയും റിസൾട്ടും വരുന്ന ഒരു ദിവസമാണ്. സോ നമുക്ക് ഈ പറയുന്ന സ്റ്റോക്കുകളെല്ലാം ട്രേഡ് ചെയ്യുന്നവർ കുറച്ച് കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക, പ്രത്യേകിച്ച് റിസൾട്ട് ബേസ്ഡ് സ്റ്റോക്സ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ആളുകൾ കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ചാർട്ട് ചെക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാർട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഹുണ്ടായി ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഹുണ്ടായി നോക്കുകയാണെങ്കിൽ നമുക്ക് ഡേ ചാർട്ട് ഒന്ന് എടുത്ത് നോക്കാം. ഹുണ്ടായിലെ ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ, വളരെ നല്ലൊരു പൊസിഷനിലാണ് ഡേ ചാർട്ടിൽ കാണുന്നത്. ഹുണ്ടായിലെ ചാർട്ട് നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഒരു 50% അപ്സൈഡ് തന്ന ശേഷം ഡൗൺ സൈഡ് വന്ന് റീടെസ്റ്റ് സോണിൽ നിൽക്കുകയാണ് ഹുണ്ടായി. സോ ഓക്കെ, ഇതൊരു നല്ല ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഹുണ്ടായി ഇന്നത്തെയും കൂടി ഒരു ട്രേഡിംഗ് സെഷൻ നോക്കിയ ശേഷം
എൻട്രീസ് ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇത്രയും നല്ലൊരു എന്താ പറയുക ബ്രേക്ക് ഔട്ട് റേറ്റസ്റ്റ് സെറ്റപ്പ് ഇവിടെ ഹുണ്ടായിൽ കാണാം. നമുക്ക് വീക്ക്ലി ചാർട്ട് കൂടെ നോക്കാം. വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിലും കുറച്ചും കൂടെ ഒരു ബെറ്റർ പൊസിഷനിലാണെന്ന് തോന്നുന്നു ഹുണ്ടായി. സോ ഹുണ്ടായിയുടെ ബേസിക്കലി നമുക്ക് നല്ലൊരു പൊസിഷൻ എൻട്രി ചെയ്യാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. സോ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഈ ഒരു ക്യാൻഡിലും കൂടെ ഓക്കെ ആണെങ്കിൽ നമുക്ക് എൻട്രീസ് നോക്കാവുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതിന്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോഴത്തേക്കും 2200. അപ്പോൾ 2200ന്റെ മുകളിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഈ റേഞ്ച് വരും. 2200 റേഞ്ച് വയ്ക്കുന്നതായിരിക്കും ബെറ്റർ. ഈ റേഞ്ചിന് മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ടാർഗറ്റ് ഒരു 200-300 പോയിന്റ്സിന്റെ മെയിൻ ടാർഗറ്റ് 7% എങ്കിലും ടാർഗറ്റ് നമുക്കിവിടെ നോക്കാവുന്നതാണ് ഹുണ്ടായിൽ. ഓക്കെ, അടുത്തത് BSC ആണ്. അപ്പം BSC നമ്മൾ ഡൗൺ സൈഡിൽ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം BSC സപ്പോർട്ട് റേഞ്ച് വന്നിരുന്നത് 2000. ഈ റേഞ്ചിലാണ് നമ്മൾ എൻട്രി എടുത്തത്. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. സോ ഇവിടെ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ BSCയിൽ നമുക്കിവിടെ കാണാം. ഈ ഒരു റേഞ്ചിലാണ് സെല്ലിംഗ് പ്രഷർ നടക്കുന്നത്. 2500 എന്നുള്ള റേഞ്ചിൽ സെല്ലിംഗ് പ്രഷർ നടക്കുന്നുണ്ട്. അതൊരു അത്ര എന്താ പറയുക അത്ര പേടിപ്പെടുത്തുന്ന സെല്ലിംഗ് പ്രഷർ ഒന്നും അല്ല. മറിച്ച് ഇത്രയും മാർക്കറ്റ് ഇത്ര വന്ന ശേഷം ഈ ഏരിയയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം. മറ്റ് 2341 മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. BSC ഹയർ ടാർഗറ്റ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞത് MSCTC എന്ന് പറഞ്ഞ ഈ സ്റ്റോക്കാണ് വന്നത്. ഇതിന്റെ ചാർട്ട് നോക്കുമെന്ന് ചോദിച്ചിരുന്നു. സോ ഇതിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ മന്ത്ലി ചാർട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ നമുക്കൊന്നും നോക്കാനില്ല. ഇവിടെ നല്ല ബൈങ് പ്രഷറൊക്കെ കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പമ്പ് ആയിരിക്കാം. സോ ഞാൻ ഇതിന്റെ ഒരു ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്റ്റോക്കുകൾ ഞാൻ ട്രേഡ് ചെയ്യാറില്ല. മാക്സിമം ഒഴിവാക്കാറാണ് പതിവ്. നിങ്ങളോട് നോക്കുകയാണെങ്കിൽ അറിയാം ഒരു 47 റുപ്പീസ് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്സൈഡ് പോകുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പമ്പ് ആയിരിക്കാം. സോ ഇങ്ങനത്തെ സ്റ്റോക്സിൽ ഞാൻ ബേസിക്കലി ട്രേഡ് ചെയ്യാറില്ല. മിക്കവാറും യൂസ് അടിച്ച് പോകുന്നതായിരിക്കും ഇതിൽ പതിവ് നടക്കുന്നത്. എന്തായാലും ഇത് ചാർട്ട് നമുക്ക് എന്തെങ്കിലും നോക്കാൻ എന്തെങ്കിലും വിലയിരുത്താനുള്ള ചാർട്ടായിരിക്കും ഞാൻ നോക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇത് നോക്കി, ഇതിൽ നമുക്ക് എന്ത് ട്രേഡിംഗ് ഡിസിഷൻ എടുക്കാൻ കഴിയും? അപ്സൈഡ് പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് ചാടിക്കയറി ഒരു സ്റ്റോക്ക് വാങ്ങാൻ കഴിയില്ലല്ലോ. പ്രത്യേകിച്ച് ട്രേഡിംഗ് ഡിസിഷൻ ഒന്നും എടുക്കാൻ കഴിയില്ല. ഇതിന്റെ ചാർട്ടിലൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പമ്പ് ആവാം, പ്രൊമോട്ടേഴ്സ് വാങ്ങിക്കൂട്ടുന്നതാവാം, പല കാരണങ്ങളിൽ ഈ സ്റ്റോക്ക് ഇങ്ങനെ പോവാം, മാനിപ്പുലേഷൻ ആവാം, എന്തും ആവാം. സോ ഇങ്ങനത്തെ ഡേ ചാർട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. ഇങ്ങനത്തെ സ്റ്റോക്കിലൊന്നും പോയി നമ്മൾ അത്യാവശ്യം നമ്മളെപ്പോലെ റീറ്റെയിലേഴ്സ് തലവയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ചും കൂടെയൊക്കെ നമുക്ക് വിലയിരുത്താനും അനലൈസ് ചെയ്യാനും പറ്റുന്ന സ്റ്റോക്സ് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും സ്റ്റോക്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചെയ്യാം. നമുക്ക് എല്ലാ സ്റ്റോക്കും പരിശോധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത് പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ കൂടുതൽ അനലൈസുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.